മഴയെ ഭയക്കാതെ കൊടുംവെയിലിൽ വെന്തുരുകാതെ ക്ഷുദ്രജീവികളുടെ ശല്യമില്ലാതെ അന്തി ചായുമ്പോൾ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ അടുത്ത പുലരി സ്വപ്നം കണ്ടുറങ്ങുക. ഒരു മനുഷ്യന് ഇതിനേക്കാൾ വലിയ മോഹമെന്തുണ്ട്? മരിക്കും മുമ്പ് പിറന്ന മണ്ണിൽ സ്വന്തമായി തലചായ്ക്കാൻ ഒരിടം എന്നത് ഒരുപാട് മനുഷ്യരുടെ വല്ലാത്ത ആഗ്രഹമാണ്. ആ ആഗ്രഹം ഇതാ പൂവണിഞ്ഞിരിക്കുന്നു. 20 ലക്ഷത്തിലധികം പേരുടെ പുഞ്ചിരിയിൽ ഇന്ന് ഈ കേരളം തിളങ്ങുകയാണ്. എനിക്ക് ഈ ഫ്ലാറ്റ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് എല്ലാവർക്കും ഒരു സമാധാനവും എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം ഗവൺമെൻറ് കിട്ടി. അതിൽ ഞങ്ങൾ ചെറിയ വീട് പണിതു. അതിലിപ്പോൾ സുഖമായിട്ട് കഴിയുന്നു. സന്തോഷമായി ഇരിക്കണം. ഇനി ഇത് പോകരുതെന്നുള്ള ആഗ്രഹം. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 5,364,000 വീടുകളാണ് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ചത്. ഒറ്റ വീടുകളും ഭവന സമുച്ചയങ്ങളും അക്കൂട്ടത്തിലുണ്ട്. വീട് മാത്രമല്ല കേട്ടോ, ഭൂരഹിത ഭവനരഹിതർക്ക് മണ്ണ് നൽകി ആ മണ്ണിൽ വീട് പടുത്തുയർത്തി. നവകേരളം പദ്ധതിയുടെ ഭാഗമായി 2017 മെയ് 23-നാണ് സർക്കാർ ലൈഫ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതുവരെ 6,04,000 വീടാണ് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ചത്. അതിൽ 5,364,000 വീട് നിർമ്മിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറി. ബാക്കി വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. അവ അടുത്ത ദിവസം തന്നെ ഗുണഭോക്താക്കൾക്ക് കൈമാറും. ഒരു ദിവസം നിർമ്മിച്ച വീടുകൾ ശരാശരി 152 എണ്ണമാണ്. മണിക്കൂറിൽ 6 എണ്ണം, 10 മിനിറ്റിൽ ഒരു വീട്. ലോകത്ത് എവിടെയുണ്ട് ഇങ്ങനെ ഒന്ന്? ചെറിയ കാശല്ല ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. 20,831.6 കോടി രൂപയാണ്. ഇതിൽ സംസ്ഥാന വിഹിതം 18,342.7 കോടി രൂപയാണ്. കേന്ദ്ര വിഹിതമാകട്ടെ വെറും 2,488.89 കോടി രൂപ മാത്രം. കണക്ക് ഇങ്ങനെയായിട്ടും ചില എട്ടുകാലി മമ്മുഞ്ഞുമാരുണ്ട്. ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെതാണെന്ന് അവർ തള്ളിമറിച്ചു വരും. ആരാണ് ആ കൂട്ടർ? BJPക്കാർ മാത്രമാണോ? അവർ വന്നാൽ മനസ്സിലാക്കാം, അത് അവരുടെ അജണ്ട. എന്നാൽ VD സതീശൻ BJPയുടെ വാദം ഏറ്റെടുത്താലോ? സംശയമുണ്ടോ? കേട്ടു നോക്കൂ. ഇന്ദിരാ ആവാസ് യോജന, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ലൈഫ് മിഷൻ ഉണ്ടാക്കിയത്. കഷ്ടം തന്നെ സതീശൻ ജി, കഷ്ടം തന്നെ. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് ഈ വീടുകൾ പണിതുയർത്തിയത് കേട്ടോ. എന്തെല്ലാം തടസ്സങ്ങളാണ് കേരളം അതിജീവിച്ചത്? പ്രളയവും കോവിഡും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധവും. അതിനിടെയാണ് EDയും CBIയും വരുന്നത്. വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റിനെതിരെ ഇല്ലാ കഥയുണ്ടാക്കി അന്നത്തെ UDF MLA അനിൽ അക്കരെയാണ് EDയെയും CBIയെയും വിളിച്ചു വരുത്തിയത്. കവടി പലതും നിരത്തിയിട്ടും മഷിയിട്ട് നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, മഷിനോട്ടക്കാരൻ ED ജോയിന്റ് ഡയറക്ടർ P രാധാകൃഷ്ണൻ ഇപ്പോൾ പണി പോയി തേരാപാര നടക്കുകയാണ്. അവർക്ക് കുടപിടിച്ച അനിൽ അക്കരയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ തോൽപ്പിച്ച് അക്കരക്ക് കടത്തി. സത്യത്തിൽ BJP UDF ബായ് കളിയാണ് നമ്മൾ വടക്കാഞ്ചേരിയിൽ കണ്ടത്. എന്നാൽ അസൂയക്കും കഷണ്ടിക്കും വരുന്നില്ലല്ലോ. അസൂയയും കണ്ണുകടിയും മൂത്ത് കിളിപോയ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു നോക്കൂ. കേരളം ഭരിച്ച UDF സർക്കാരിന്റെ കാലത്ത് ഈ എല്ലാ പദ്ധതികളിലും കൂടിയായി 4,34,000 വീടുകൾ നിർമ്മിച്ചപ്പോൾ 2011-16 UDF നിർമ്മിച്ചത് എത്ര വീട്? 4 ലക്ഷം വീടോ? ഇത് കേട്ട് ചിരിക്കണോ കരയണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സതീശൻ ജിയുടെ ഈ തള്ളിമറിക്കലിന് ഉമ്മൻചാണ്ടി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതാ, കണ്ടു നോക്കൂ. മറ്റൊരു അസൂയക്കാരൻ MM ഹസനാണ്. കുന്നായ്മ കണ്ടുപിടിച്ച ആളാണ് ഹസൻജി. കുടുംബശ്രീക്കെതിരെ ജനശ്രീ കൊണ്ടുവന്ന മഹാനാണ്. ഇപ്പോൾ മ്യൂസിയത്തിൽ സൂക്ഷിക്കാൻ ജനശ്രീയുടെ പൊടി പോലും കാണാനില്ല. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തുമെന്ന MM ഹസന്റെ വാക്ക് കേൾക്കൂ. UDFയുടെ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുത്ത് സമാന്തര സർക്കാർ സംവിധാനമാക്കി ഇവർ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. ഇനി ഈ 2 വീഡിയോ കാണൂ. ഒരിക്കൽ പറയുന്നു 2 ലക്ഷത്തോളം വീടെന്ന്, മറ്റൊരിക്കൽ പറയുന്നു 4 ലക്ഷത്തിലേറെ വീടെന്ന്. ഈ കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് മിഷനിൽ പണിത വീടുകളുടെ എണ്ണം 2 ലക്ഷം മാത്രമാണ്. 2 ലക്ഷം മാത്രമാണ്. 10 കൊല്ലം കൊണ്ട് ഇവരെ ആകെ പണിതത് 4,60,000 വീടാണ്. ലൈഫ് മിഷനിൽ പണിതത് ആകെ പണിതത്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് സതീശൻ ജി. ഏതായാലും സതീശൻ ഒരു തീരുമാനത്തിലെത്തും വരേക്കും നമുക്ക് ഈ പുഞ്ചിരികൾ കാണാം.